ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കാര്യക്കാരില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ ബിജുകുട്ടൻ ചേട്ടാ, പ്രചോദേട്ടാ, നസീറിക്ക, സ്വാഗതം. തുടങ്ങാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മണിക്കുട്ടൻ ചേട്ടൻ, അമൽ ആൻഡ് ജാസ്മിൻ ചേച്ചി. നമുക്ക് കല്യാണം കഴിഞ്ഞ് UK അല്ലെങ്കിലും മിനിമം ഹണിമൂൺ പോകണം. അതെ, നമുക്ക് ഒരാഴ്ച UK നിക്കണം. ഇതെന്നാടി പാതിരാത്രി കോഴി കൂവുന്നത്? പാതിരാത്രി കോഴി കൂവുന്നതല്ല, പിന്നെ നമ്മൾ പാതിരാത്രി തുടങ്ങിയ കോള് രാവിലെയാണ് നിർത്തുന്നത്. ഗുഡ് മോർണിംഗ്. പിന്നെ വാവേ, ഇവിടെ എന്നെ ഒരു മൂട്ട നോക്കി ഇങ്ങനെ ചമ്മി ചതങ്ങി നിൽക്കുക. ഞാനൊന്ന് ഉറങ്ങിയിട്ട് വേണ്ട ഈ മൂട്ടക്ക് എന്നെ കടിക്കാൻ. മൂട്ടയുടെ ഒക്കെ ഒരു കാര്യം, ഈ കോപ്പ് കടിക്കും മറ. അയ്യോ, ഫോൺ ഓഫായി. അത് കുഴപ്പമില്ല, 12 മണിക്കൂറൊക്കെ ഒരു ഫോൺ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ അധിക. ഒരു ചായ എടുത്തോണ്ട് വരാൻ പാടില്ലേ? UK ഫ്ലൈറ്റ് പിടിച്ച് വരട്ടെന്ന് കരുതി. ആരെങ്കിലും ഫോൺ പിടിച്ചോണ്ടിരിക്കുമ്പോ ചെവി ഓർത്ത് കേൾക്കണം, നല്ല പരിപാടിയൊന്നുമില്ല. നിങ്ങളുടെ ശല്യം കാരണമാണ് കട്ടിലെടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടേക്കണം. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്നറിയാമോ? കൾച്ചറില്ല. നിങ്ങൾക്ക് കൾച്ചറില്ല. എനിക്ക് കൾച്ചറില്ല. കൾച്ചറില്ല. അത് ഇങ്ങനെ വന്ന് കേൾക്കൂ. എടാ, അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിന്നെ അനിയനായിട്ടല്ല ഞാൻ വളർത്തിയത്, എന്റെ മോനെ പോലെ. ഞാനിപ്പം രാത്രി കിടന്നുറങ്ങുമ്പം തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറും. അത് ഇങ്ങനെയൊക്കെ പറയാവോ? എടാ, കുഞ്ഞുനാളില് നിന്നെ കുളിപ്പിക്കും ഞാൻ. അപ്പം നിന്റെ കൾച്ചറിനെ കുറിച്ച് ഞാൻ സംസ്കാരമില്ലെന്ന് അതൊക്കെ എനിക്കറിയാം. അതെനിക്ക് മനസ്സിലായിരുന്നു. ഇതെന്നെ കൈ തന്നെ ഇത്. അതെ, അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ രാജേഷ് ഇല്ലടാ. ആ രാജേഷിന്റെ മോൾക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവക്കൊരു PP വേണമെന്ന് പറഞ്ഞു. ആണല്ലേ? ആയ കാലത്ത് കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കായിരുന്നു. നീ കാരണമാണ്. ഞാൻ എന്നാ കാണിച്ചേ? നിനക്കറിയാവോ, 20 വയസ്സുള്ളപ്പോഴാണ് നിന്നെ എന്റെ കയ്യിലോട്ട് അമ്മ ഇങ്ങനെ പെറ്റു തരുന്നത്. കുരിക്കൂടിന്റെ അത്രേ ഉള്ളായിരുന്നു നീ. പിന്നെ നവജാത ശിശു അബൂ സലിമിനെ പോലെ. എടാ, നീ എന്റെ കൈകളിൽ ഇങ്ങനെ കിടന്നിട്ടാ ഈ കൈകളിൽ കിടന്ന ഇത്ര നാൾ വളർന്നേന്ന്. 25 വർഷം കൈ കിടക്കുമല്ലായിരുന്നല്ലോ. ഒരു നിമിഷം എന്നെ അടുത്ത് താറ വെച്ചിട്ട് പോയി കല്യാണം കഴിക്കായിരുന്നല്ലോ. അങ്ങനെ പറയണോടാ? നിനക്ക് വേണ്ടി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടാ. എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ കല്യാണം കഴിക്കണേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കണം. എനിക്ക് വേണ്ടി ഞാനാണ് കല്യാണം കഴിക്കേണ്ടത്. മനസ്സിലായോ? അതാണ്. നിങ്ങൾക്ക് അവിടുന്ന് പെണ്ണ് കിട്ടാനാ പക്വത വേണ്ടേ? കല്യാണം കഴിക്കണതിന് ഒരു മിനിമം പക്വതെങ്കിലും. പക്വതയില്ല. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ രാജേഷിന്റെ മോളോട്ട് ലുഡോ കളിച്ചിട്ട് പിണങ്ങി പോകാൻ നിൽക്കുന്ന നിങ്ങൾക്ക് എവിടുന്നാ പക്വത? ഒരു കാര്യം ഞാൻ പറയാം, ഈ വന്നു നീ ഇപ്പൊ എന്നോട് ചൂടാവുന്നുണ്ട്. ഒരു കാര്യം, നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? എന്തിനാണ് നീ എന്നോട് ചൂടാവുന്നത്? കഴിച്ചോട്ട് സംസാരിക്കുന്ന ഞാൻ സ്നേഹം തന്നപ്പോ നീ എന്റെ തലയിൽ കയറി. കുറെ നാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒരു കാര്യമില്ല നിങ്ങൾ ചൂടാവുന്നത്? ആയിക്കോ, എന്തെങ്കിലും ആയിക്കോ. അങ്ങനൊന്നും അല്ല നിന്നെ. എന്തെങ്കിലും ആയിക്കോ. അയാളല്ലേ ഇപ്പൊ എന്നോട് ചൂടായിട്ട് പോയത്? ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനം കുത്തുക അല്ലേ? പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി. നീ ഇപ്പൊ തിരികെ കയറി വന്ന് എടി, നീ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നീ ഒരുങ്ങി വന്നോടി. എനിക്ക് ഒരുങ്ങാൻ അത്ര ടൈം ഒന്നും വേണ്ടെന്നേ. വിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ടൈം? നീ കുളിക്കത്തില്ലായിരിക്കും. ഞാൻ സമയത്തിന് കുളിച്ച് ഒരുങ്ങുന്ന കൊച്ച. ആണോ? എടി, എനിക്ക് പിന്നെ ഒരു കാര്യം പറയണ്ട്. എന്തുവാ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ വരൂ. ചേട്ടൻ എന്ത് ചെയ്യുവോ? ആകത്തെ എന്തോ അടുക്കള പണി ചെയ്തോണ്ടിരിക്കും. എനിക്ക് പേടിയാ, ഒന്ന് വരുവോ? ഞാൻ വരുത്തൊന്നുമില്ല. അടുക്കള എന്ന് പറഞ്ഞ പുള്ളിക്ക് ജീവനാ. നീ നമ്മുടെ അയൽവക്കത്തുള്ളതായതുകൊണ്ട്, പിന്നെ നീ കൊച്ചുനാൾ മുതൽ ഈ വീട് കയറി ഇറങ്ങുന്ന ആയതുകൊണ്ടാണ് നമ്മുടെ പ്രണയം ആരും പിടിക്കാത്തത്. സത്യം. പക്ഷെ ഒരിക്കൽ പിടിക്കപ്പെടും. അന്ന് നിന്റെ അച്ഛൻ എന്നെ വെട്ടിക്കണ്ടിച്ച് ബിരിയാണിയാക്കും. എടി, ഒന്നാമത്തെ കാര്യം, നമ്മൾ 2 മതക്കാര്. പിന്നെ നീ എന്നേക്കാൾ 2 വയസ്സ് മൂത്തത്. അല്ല, പ്രായം ഞാൻ നോക്കുന്നില്ല. അപ്പൊ സച്ചിൻ കല്യാണം കഴിച്ചേക്കണത് സച്ചിനേക്കാൾ 5 വയസ്സ് മൂത്ത പെണ്ണിനല്ല. അതുകൊണ്ട് അത് വിഷയമില്ല. സച്ചിന് കാശുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട്. നിനക്കോ? ഒരുമാതിരി മറ്റേ വർത്താനം പറയും. പിന്നല്ലാണ്ട് നിനക്ക് ജോലി ഉണ്ടോടാ? എടി, എന്റെ ജോലി നശിക്കാൻ കാര്യാടി. എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മൊണ്ണയല്ലേടി. എടി, ഞാൻ ബാങ്കിൽ ലോൺ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു കൂണ് കൃഷി തുടങ്ങിയല്ലേടി. കൂൺ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്?
ഈ പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് നമ്മളുള്ള പച്ചിലയും ഇങ്ങനെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ കൂൺ വിത്ത് പാകും. അങ്ങനെ 30 കൂൺ ബാഗുകൾ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് തന്നെ ഞാൻ കോളേജിൽ പോയപ്പോ ചപ്പും ചവറും പ്ലാസ്റ്റിക്കിൽ നിറച്ച് വെച്ചേക്കെന്ന് പറഞ്ഞ ആ മൊണ്ണ അത് മൊത്തം എടുത്ത് കത്തിച്ച് അതിന്റെ EMI ഞാൻ അടച്ചോണ്ടിരിക്കുക. അങ്ങനെ നിന്റെ ബിസിനസ് ചിരി എന്റെ ജീവിതമാണ് അയാൾ നശിപ്പിച്ചത്. എന്റെ കല്യാണം കഴിക്കാം, പക്ഷെ കല്യാണം കഴിക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞാൽ ചേട്ടച്ചൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കണം? അയ്യോ, എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പച്ചനും അമ്മച്ചിനെ ഒന്നും കണ്ടിട്ടില്ല. ചേട്ടച്ചനാണ് എന്നെ നോക്കിയതും വളർത്തിയതും വലുതാക്കിയതൊക്കെ. എൻ്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കി തന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഈ ലൈറ്റ് കത്തുന്ന ഷൂ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഇങ്ങനെ പീപ്പിയുടെ ഒച്ചയൊക്കെ കേൾക്കും. ഒരു ദിവസം ഞാനിത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചേ. ഈ പുള്ളിക്ക് അന്ന് എന്തോ 10-24 വയസ്സേ ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പുള്ളി ചന്തയിൽ എവിടെ ലോഡ് ഇറക്കാൻ പോയി കാലിൽ വീണ് ചോരയൊക്കെ ആയിട്ട് ഈ ഷൂവും കൊണ്ട് വന്നു. അങ്ങനെയുള്ള പാവം പിടിച്ച മനുഷ്യനാണ്. ആ പാവപ്പെട്ടവൻ ഏതെങ്കിലും പോലീസ് കേസിൽ ജയിലിൽ കിടന്നായിരുന്നു ആ ഗ്യാപ്പിൽ കല്യാണം കഴിച്ചു. അല്ലാതെ പിന്നെ എപ്പ കിട്ടുമെന്ന് ഓർത്തിരിക്കും. ഇടേ അങ്ങനെ മഹാഫ്രോഡാടി. അങ്ങനെ അന്ന് കൊണ്ടുവന്ന ആ പീപ്പിയുടെ ഷൂ ഇല്ലേ, അതിന് പീപ്പി കേൾക്കത്തില്ലായിരുന്നു. എന്നിട്ട് പീപ്പി കേൾക്കുന്നു പറഞ്ഞ് എന്നെ പറ്റിച്ച് ആ ഷൂ ഇട്ട് ഞാൻ പോയപ്പോ കൂട്ടുകാരെന്താ പറഞ്ഞെന്നറിയാമോ? എന്തുവാ? പീപ്പി ഇല്ലാത്തവനെന്ന് പരിപാടി കാണിച്ചിട്ടുള്ളവരങ്ങേര്. എടാ, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടച്ചനൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ പോലീസ് ഒന്നും പിടിക്കാതെ ഞാൻ വെറുതെ പറഞ്ഞത്. ഇന്നലെ തന്നെ ഞാനും അങ്ങേരി ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ആഷിക് ബാനായ സോങ് ഇല്ലേ, ഇത്തിരി മസാലയൊക്കെ ഉണ്ട്, ആഷിക് ബാനായ. ഇത് വന്നപ്പോഴേക്കും പുള്ളി ഇങ്ങനെ കണ്ണു പൊത്തിരുന്നടി. എന്തിനെ? ഇത് കാണാതിരിക്കാൻ. എന്നിട്ട് മിന്നായം പോലെ എന്തോ കണ്ടെന്ന് പറഞ്ഞേ പള്ളി ചെന്ന് മെഴുകുതിരി കത്തിച്ച് കുമ്പസരിച്ച മുതലാത്. അത്രയും നല്ല മനുഷ്യനത്. നീയായിരുന്നെങ്കിലോ? ഞാനായിരുന്നു മൊത്തം കണ്ടത്. ഇത് മനുഷ്യന് കാണാൻ എന്തോന്ന് കരയിലും കാണുപടി. ഇതൊന്നും ആരും കാണത്തില്ല. നമ്മുടെ കല്യാണം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നീ പുള്ളിനെ കുപ്പിയിലാക്കണം. ഞാനോ? ഞാനെന്ത് ചെയ്യാൻ? നീ സോപ്പിടണം. നീ സോപ്പിട്ട് ഇതുപോലൊരു അനീതി എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ എന്റെ പ്രണയത്തിന്റെ കാര്യം പറയും, നമ്മൾ കല്യാണം കഴിക്കും. ഇതൊക്കെ ഏക്കോ? ഓ വന്നുണ്ട് ബാലാമണി. നീ എന്തിനാണ് ഈ വീട്ടിൽ കയറി വന്നത്? നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറി വല്ലെന്ന്. നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല, ഇറങ്ങിപ്പോയി. എന്താടാ ഇത്? പിന്നെ അവള് എന്തൊക്കെ ചുമ്മാ അയൽവക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ നാണമാനില്ല. അത് വരാമോ? കൊണ്ടോ നോക്കിയേ, ഉപ്പില്ല. എന്നാ അത് ഉപ്പായിരുന്നു. ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുത്താലേ അവന് കുറ്റം പറിച്ചില്ല മക്കളെ. ആണോ? ചേട്ടച്ചനെ കണ്ടില്ലായിരുന്നല്ലോ, അകത്ത് എന്താ എടുക്കുമായിരുന്നു? ഞാൻ അടുക്കളയിലേ ഫിഷ് മോളി വെക്കുമായിരുന്നു. ഫിഷ് മോളിയാ? അപ്പൊ രാവിലെ തന്നെ അപ്പം ഫിഷ് മോളി പൊളിക്കണം. അതല്ല, ഫിഷ് കറി വെക്കാൻ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഫിഷ് എടുത്ത് മുകളിലോട്ട് വെച്ച് കടന്ന് തുള്ളിയേക്ക. അല്ല മോളെന്താ രാവിലെ? ഇന്ന് പെരുന്നാളല്ലേ? അയ്യോ, അപ്പൊ ഞാൻ കുറച്ച് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊണ്ടുവന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ രാവിലെ പത്തിരിയും ചിക്കൻ കറിയും തിന്നാ. നീ എടുക്കണ്ട അത് ഞാൻ ചേട്ടച്ചന് കൊണ്ടുവന്നത്, നിനക്ക് ഞാൻ വേറെ തരാം. അയ്യോ മോളെ, ഞാൻ വെജാ. അയ്യോ, അപ്പൊ കഴിക്കത്തില്ലേ? അയ്യോ, ഞാൻ നോൺ വെജ് കഴിക്കത്തില്ല. കുഴപ്പമില്ല, അവൻ കഴിച്ചോളൂ. ഗിരിഞ്ഞി അടിക്കാത്ത എന്തും അവൻ കഴിക്കും. ഇതുവഴി വരെ ഇഴജന്തുക്കൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, പിടിച്ചു നിന്നോളെ. അതല്ലേ സ്വഭാവം. അവിടെ നീ പെരുന്നാളായിട്ട് പുറത്തേക്കൊന്നും പോണില്ലേ? പോകുന്നുണ്ട്, സിനിമയ്ക്ക് പോവുക. സിനിമയ്ക്ക് പോകുന്നുണ്ട്? ഏത് സിനിമയാ മോളെ? വാഴ. എന്തിന്? എന്തിനാ ചേട്ടച്ച ചിരിക്കണേ? പുറത്തൊക്കെ പോയി എന്തിനാ കാണുന്നത്? നിക്കല്ലേ, കണ്ട അവർക്ക് കാണേണ്ടത് വാഴ 2. പല്ല് തേക്കടാ. പല്ല് തേക്കാൻ വേണ്ടി ഓടിച്ചോണ്ട് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കത്തില്ല മക്കളെ. ആണോ? കുളിക്കത്തില്ല. ഒരു കുടം വെള്ളം തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ആ തണുപ്പ് ഉണ്ടെങ്കിലും ബോധം വരുമല്ലോ. ഞാൻ കേട്ടോ മക്കളെ, 2 നേരം ആ പുഴയിൽ പോയി കുളിക്കും. പോലീസ് വീട്ടിൽ വരുമ്പോ അറിയാം പുഴയുടെ പിന്നിലെ രഹസ്യം. പോട്ടെ, 24 മണിക്കൂർ. ഞാൻ ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? അല്ല, ഞാൻ പിന്നെ അപ്പുറത്തെ രാജേഷിന്റെ മോളെടുക്ക പോയി പറയാതൊക്കെ. പുള്ളിക്കാകപ്പാടൊരു കൂട്ടി രാജേഷിന്റെ മോളാ. ആ പെങ്കൊച്ച LKG പോയ പുള്ളി ഡിപ്രഷൻ അടിച്ചകത്തി പോയി പല്ലിയക്കട. ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഇവൻ എന്നാ പോട്ടെ, രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി അതില്ല. ഫോണാണ്, 24 മണിക്കൂർ ഫോണാണ്. ഈ ആരെ ഏതോ പെങ്കൊച്ചുണ്ടെന്ന്. എന്താടാ ഡാൻസ് കളിക്കുന്നു? ഏതോ പൊങ്കച്ചുങ്ങളാണ് അതിന്റെ അപ്പുറത്ത്. ആരാ വിളിക്കണേട്ടാ? ആരാന്ന് എങ്ങനെ അറിയാ? അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ബോധമുള്ള ഏതെങ്കിലും പൊങ്കച്ച് അവനെ വിളിക്കൂ. ഏതോ പൊട്ടിക്കാളി. അങ്ങനെ ഒരു പൊട്ടിക്കാളി ആയിട്ടല്ലേ ഈ ബോധവും പൊക്കണോ ഇല്ലാത്ത വേട്ടാവളി എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ആണോ മോളെ? എന്ത് ചെയ്യുമെന്ന് പറയണേ ചേട്ടച്ച. അനിയൻ ഇങ്ങനെ പൊന്നു പോലെ നോക്കണ ചേട്ടച്ചനെ കാണാൻ
എന്നും വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായതുണ്ട്. ആയിക്കോട്ടെ. പോട്ടെ ചേട്ടച്ചാ, ഈ കല്യാണത്തിന് ഈ മതത്തിന്റെ വല്ല പ്രശ്നമുണ്ടോ? മതത്തിന് എന്ത് പ്രശ്നം? എല്ലാ മതം ഒരുപോലല്ലേ മോളെ? മതത്തിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ സുഖമില്ല കിടക്കുന്നു, ഒരു കുപ്പി ബ്ലഡ് വേണം, മതം നോക്കിയിട്ടാണോ? നമ്മളങ്ങ് ബ്ലഡ്, ഞാൻ അങ്ങോട്ട് ചിന്താഗതിയാ. ആണോ? എന്നാ പൊക്കോട്ടെ. അതെ, ഈ കല്യാണത്തിന് പ്രായമൊക്കെ നോക്കൂ, പ്രശ്നമാണോ? പ്രായമൊക്കെ ഒരു പ്രശ്നമാണോ? പ്രായം എന്തിനേ? അതിന്റെ കാര്യമൊന്നുമില്ല. പ്രായം ഇല്ല. പൊക്കോട്ടെ, കുഴപ്പമില്ലല്ലേ ചേട്ടച്ചാ? പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. പിന്നെ പറയാം. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അല്ലേ പിന്നെ ഇങ്ങനെ ആയിരിക്കൂ. രാജേഷിനോടൊന്ന് ചോദിച്ചല്ലേ. രാജേഷേ, എടാ ഒരു കൊത്ത് വീണം തോന്നുന്നു. അത് ഈ പാടത്തും പറമ്പത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? മേളിലൊരു കെട്ട് കെട്ടിയാൽ മതി ഇപ്പോഴേ. എടാ പാമ്പ് കൊത്തുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഒരു ഈ എന്തോ ഒരു 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 പ്രണയം വന്ന് വീണത് കണക്ക് ഒരു തോന്നുന്നു. എനിക്ക് ഈ മുതുക് പ്രായത്തിലോ? എന്താടാ കാര്യം പറയടാ. ഈ പ്രണയത്തിന് കണ്ണും മൂക്കും വല്ലതുണ്ടോ? അല്ല, പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. ഇപ്പൊ എന്താണ് സംഭവം? എന്താണ് വിഷയം? എന്താണ്? നമ്മുടെ ബഷീർക്കട മോളില്ലേ, നമ്മുടെ പാത്തുമ്മഴ ആടൊക്കെ എഴുതിയ ബഷീർക്കട്. അത് ഇനി എങ്ങോടെ കൊണ്ടുപോകുന്ന അതല്ല. നമ്മുടെ ഈ പിന്നെ നമ്മുടെ സുലൈമാന്റെ പെങ്ങള്. സുലൈമാനെ കിട്ടുന്നില്ല. ആരാണത്? സുൽഫത്തിത്തായില്ലേ? അതൊരു കൊച്ചു പെണ്ണല്ലേടാ എന്റെ മോള്. പ്രേമിക്കുന്നതിനിപ്പം അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ? ആ, അങ്ങനെ പ്രായമൊന്നുമില്ല. എന്നാലും ഈ വയസ്സാക്കാലത്ത് ഗോളടിച്ചല്ലോ. അപ്പൊ എന്നാ പിന്നെ നീ വെച്ചേട്ടാ. ശരി ശരി. ബഷീർക്കാട ജനല് പൊട്ടിയെന്ന് തോന്നുന്നു. ഈശ്വര, എന്തായാലും വഴക്കുമൊക്കാണൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അനിയൻ ഇങ്ങനെ പൊന്നു പോലെ നോക്കുന്ന ചേട്ടച്ചനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഈ കല്യാണത്തിന് മതമൊക്കെ നോക്കോ? കല്യാണം കഴിക്കുന്നതിന് പ്രായം ഒരു കുറവാണോ? സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ, അലിവുള്ള സൈനബ, അറിയാതെ എന്റെ ജീവനായതെന്തിനാണു നീ? സൈനബ സൈനബ സൈനബ. പ്രഭാത ഭ്രാന്ത് കഴിഞ്ഞെങ്കിൽ റേഷൻ കട വരെ ഒന്ന് പോവാമോ? അരി തീർന്നിരിക്കുക. അല്ല തന്നെ അരി നോക്കണം എന്തിനാ? അവളിവിടെ കൊണ്ട് പത്തിരി വെച്ചേക്കുമല്ലേ, ഇയാളാണ് അത് കഴിക്കു പോയിട്ട്. തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. അത് എനിക്കുള്ളതാ. നിങ്ങൾ വെച്ചല്ലോ. ഞാൻ ഇന്ന് മുതൽ നോൺ വെജാ. ഒരു മട്ടൻ കിട്ടുമോ? മട്ടൻ ചോദിച്ചതേ ഉള്ളു.
എന്താ ടേസ്റ്റഡാ? അത് വെക്കാൻ അറിയാവുന്നവർ വെച്ചാൽ അങ്ങനെയാ. നമ്മുടെ ഫിഷ് മോളി പോലെയല്ല. അതല്ല, ഇതിനകത്ത് ആ. മൊഹബത്ത് ചേർത്തിട്ടുണ്ട്, മുന്തിരിങ്ങ ചേർത്തിട്ടുണ്ട്. ആ. ഇത് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും തിന്ന് തീർക്കില്ല. ഇത് ഞാൻ വെച്ചിരുന്ന് കുറേ ദിവസങ്ങൾ കൊണ്ടേ വെച്ച് തീർക്കും. അയ്യോ, അത് വളിച്ചു പോയില്ലേ? വളിച്ചു പോയി. ആ. പാത്രം കഴുകാതെ വെച്ചാൽ കുഴപ്പമല്ലോണ്ടോ? ആ. നീ എന്താണ് നോക്കുന്നത്? ഞാൻ അകത്ത് കയറി പോയപ്പോഴേ വല്ല ഓട് വല്ലതും തല വീണു. അപ്പൊ ഇങ്ങനെ കിടന്ന് പിച്ചും പെയ്യും പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ആ, പൊന്നാനി വരെ പോകുന്നതിന് എന്താ അഭിപ്രായം? സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. ഇങ്ങോട്ട് വന്നേ. എന്താ നിങ്ങളുടെ നടത്തത്തിലൊക്കെ എന്തൊരു മാറ്റം? മാറ്റമില്ല. പൊന്നാനി പോണ കാര്യം എന്താ? അല്ല, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാമല്ലോ. ചേട്ടച്ച ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ചേട്ടച്ച വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുക. കല്യാണോ? ആ, ആലോചിക്കട്ടെ, അതൊന്നും വിഷയമില്ല അല്ലേ? ഇല്ല, വിഷയമില്ല. ചേട്ടച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേട്ടച്ച. ഇങ്ങോട്ട് പറയണ്ട, ഇഷ്ടമാണെന്നല്ലേ? ആ, എന്താ നിന്റെ അഭിപ്രായം? എന്നെ തല്ലണില്ലേ? അയ്യേ, നീ എങ്ങനെയാണോ കരുതിയത്? ഞാൻ പറഞ്ഞില്ലേടി ഈ ഹൃദയത്തിൽ, ഈ ശരീരത്തിൽ ഒരു ഹൃദയം ഉണ്ടെന്ന്. എന്നെ തല്ലുന്നില്ല. എന്റെ അനിയനല്ലേ, എന്റെ അഭിപ്രായത്തിന് അവന് എതിരഭിപ്രായമില്ല. ഞാനിത് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. എങ്ങനെ പറയും ഓർത്തോളൂ. എനിക്ക് അതാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു പോസിറ്റീവ് വൈബ്. നിന്റെ മനസ്സിലുണ്ടായിരുന്നു? പിന്നെ ഓ ദൈവമേ, അച്ഛനും അമ്മയും സത്യം പറഞ്ഞ എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് മുത്ത. അതെ. ഇനി ഇപ്പൊ താമസിക്കുന്നില്ല. അതെ. ചിലപ്പോ ബഷീർക്കാ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കും. കട്ടക്ക് നിൽക്കണേ. ചേട്ടച്ചൻ കട്ടക്കല്ലേ? നീ കൊട്ടയ്ക്കാണോ? ഞാൻ കട്ടക്കാണ്. ചേട്ടൻ കട്ടക്ക്. കൊട്ടയ്ക്കാണല്ലോ. നീ കട്ടക്കല്ലേ? ഇവിടെ നില്ലേ, ഇനിയിപ്പൊ അവര് വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് എടാ, നീ അല്ലേ പറഞ്ഞ ചേട്ടച്ച സമ്മതിക്കത്തില്ലെന്ന്? മരത്തിന്റെ അവിടെ നിന്ന് ഉമ്മ വെച്ചത് കണ്ടോ? ഇല്ല. എന്നിട്ട് തന്നെ ആയിരിക്കും അത്. ശ്ശോ, എനിക്ക് ഭയങ്കര താലി ഇപ്പൊ തന്നെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ആ. പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പേ ആ. നമ്മൾ തീരുമാനിക്കുന്ന സമയം, അതെ, നമ്മൾ തീരുമാനിക്കുന്ന സ്ഥലം. അതെ. നീ എന്താ പറയുന്നു? സന്തോഷം. എനിക്ക് ഞാൻ ഇങ്ങോട്ടൊരു പെണ്ണ് വന്ന് കയറണല്ലേ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അതെ. ചേട്ടച്ചന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരാള്. ചേട്ടച്ച അനുഗ്രഹിക്കണം. സൈനബ ചേട്ടച്ചൻ സ്വത്താണ്. ചേട്ടനല്ല, അച്ഛൻ. ഞങ്ങൾക്കുണ്ടാവുന്ന മക്കൾക്കും നിങ്ങൾ ചേട്ടച്ചനാവണം. അവരും ആരെങ്കിലും പ്രേമിക്കുമ്പോ ഇതുപോലെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലും എനിക്ക് തദൈവ. ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് എന്റെ പിള്ളേരുടെ ഒക്കെ ചേട്ടച്ചനാവണം. അതിനൊക്കെയുള്ള കടിക്കട്ടെ ഞാൻ പാടി. നമുക്ക് റൂമിൽ പോവാം. ഇവിടെ ഞാൻ നിന്ന് ഇമ്മോറലായി പോവാം. ഒരു മുറിയുള്ളൂ. ഇയാളെ കട്ടിലെടുത്ത് പുറത്തിടാം. സൈനവ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു സിനിമ കണ്ട ഫീല്. സ്കിറ്റിന്റെ കൂടുതൽ ടെക്നിക്കാലിറ്റീസ് ഒക്കെ നമുക്ക് നമ്മുടെ കാര്യക്കാരോട് നേരിട്ട് ചോദിക്കാം. ബൈ ദ വേ, അവരിൽ പോണ എന്താ റൊമാൻസ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തോ. ഇനി നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. മണിക്കുട്ടാ, ജാസ്മിൻ, എന്തോ? അമൽ, മൂന്നരും സൂപ്പർ. ഞാൻ മീനാക്ഷി പറഞ്ഞിടന്ന് തുടങ്ങാം. ഒരു സിനിമാറ്റിക് സ്കിറ്റായിരുന്നു കേട്ടോ. അതിലുപരി ഞാൻ എടുത്തു പറയാം, മണിക്കുട്ട നിങ്ങളൊരു കിട്ടിലൻ ആക്ടർ. സത്യം, ഞാനിത് പറയുന്നത്
ഇതിൻ്റെ ഒരു കൊണ്ടുപോക്കുണ്ട്. ഇത് ഭയങ്കര ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്തുള്ളൊരു പരിപാടി ഈ സ്കിറ്റ് പോലെ കൗണ്ടറുകൾക്കല്ല. നിങ്ങളൊരു 3 പേരും ഭയങ്കര കോമ്പിനേഷനായിട്ട് ചെയ്തു. ഒന്ന് മണിക്കുട്ടനും അമലൂടെ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചേട്ടനും അനിയനും ആണെങ്കിൽ അതുപോലെ തന്നെ തോന്നും, അച്ഛനും മകനും ആണെങ്കിൽ അതുപോലെ തന്നെ തോന്നും. ഇതിൽ ശരിക്കും ഒരു ചേട്ടച്ചനും അനിയനുമായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും അധികം ബെസ്റ്റ് തുടക്കം. അതിനുശേഷം ജാസ്മിൻ വന്നതിന് ശേഷം ഈ ഡയലോഗിലൊരു വേരിയേഷൻ വന്നു. അതായത് ജാസ്മിൻ പറയുന്നുണ്ട് കല്യാണം കഴിച്ച് തരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡയലോഗ്സിൽ തെറ്റിദ്ധാരണ അത് നന്നായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്നൊരു ഹ്യൂമർ എന്ന് പറഞ്ഞൊരു സാധനം പിടിച്ചു കയറി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്തൊരു മ്യൂസിക് ബിൽഡപ്പ് പരിപാടി, ഓ സൈനബ എന്ന് പറയുന്ന പാട്ട് നമുക്ക് സ്കിറ്റിനകത്ത് എങ്ങനെ ആപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവോ അത് കഴിഞ്ഞു. നിങ്ങളുടെ ആ പ്രേമരംഗം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം കൈയടി തരേണ്ടത് ഇത് അനിയൻ വന്ന് അമൽ കല്യാണം കഴിച്ചല്ലോ, അതിനുശേഷം അതിൻ്റെ സ്ലോ വേർഷനുണ്ട്. അത് ആരാണ് ചെയ്തത്? ആ ഒരു ഐഡിയക്ക് ഒരു ഉഗ്രം കൈയ്യടി അമ്പാടിച്ചേട്ടൻ മ്യൂസിക്കിലെ അത് ഞങ്ങൾ കൊടുത്തിട്ടില്ല, പുള്ളി ആണോ? അയ്യോ, എന്നാൽ ഒരു സ്പെഷ്യൽ കൈയ്യടി അമ്പാടിക്ക് കേട്ടോ. അതൊരു ഉഗ്രം ബ്രില്യൻ പരിപാടിയായിരുന്നു. കാര്യം അതിനൊരു ഫീലാണത്. ആ ഫീൽ ഉള്ളത് കൊണ്ടാണ് മണിക്കൂർ ലാസ്റ്റ് അവിടെ കട്ടിലെ ചെന്ന് കിടന്ന ആ പാട്ട് ഒന്നുകൂടെ പാടിയപ്പോൾ നമുക്കൊരു എൻഡെന്ന് പറയുന്നൊരു സാധനം മനസ്സിലാക്കി. നന്നായിരുന്നു. ജാസ്മിൻ നല്ല രസമായിട്ട്, അതായത് എങ്ങനെയൊക്കെ ആ ടെൻഷൻ കാണിക്കാവോ അതൊക്കെ ജാസ്മിനെ സംബന്ധിച്ചുള്ള ജാസ്മിൻ്റെ പ്ലേ നന്നായിരുന്നു. അമൽ നല്ല രസമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ലൈഫ് അതിനകത്ത് കൊണ്ടുവന്നു. അത് കണ്ടിരിക്കാനൊരു ചന്തം ഉണ്ടായിരുന്നു, ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഇതിനകത്ത് അത് ആ സമയം അതായത് ക്ലൈമാക്സ് ഇതല്ലായിരുന്നു, കരഞ്ഞു നിർത്തുന്നതായിരുന്നു. പക്ഷെ അവിടെ കഴിഞ്ഞ സ്കിറ്റിലും കരഞ്ഞല്ലേ എന്ന് കരുതി അവിടെ നിന്ന് ആലോചിച്ചിട്ട് ഞാനാകുമ്പോൾ അമ്പാടി അത് ഫോളോ അത് അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി കിടന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല. അല്ല, അതിനൊരു എന്നറിയോ, അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരുന്ന ഒരു രീതിയാണ്. അത് ഭയങ്കര രസമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ 3 പേര് ചെയ്തു. അടിപൊളി ക്ലാസ്. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ, ഇത് ആദ്യം തന്നെ പറയേണ്ടത് ഇത് ബ്രില്യൻ്റ് റൈറ്റിംഗ് ആയിരുന്നു. അതിലും മേലേക്കുള്ള നിങ്ങളുടെ പ്രകടനം ഒരു ക്ലാസിക് ഫിലിം, അത് സ്കിറ്റല്ല, ശരിക്കും ക്ലാസിക് സിനിമയാണത് എന്ന് പറയും. ഞാൻ ഇതൊരു ആത്മാംശമുണ്ട് ഇതിൻ്റെ ഒരു ത്രെഡിൽ. ഞാനിത് ഇവരോട് ഷെയർ ചെയ്തപ്പോഴേ ഇത് നമ്മുടെ കൈകളിൽ നിൽക്കില്ല, ഇത് നമുക്കൊരു സ്ക്രിപ്റ്റ് ആക്കി എടുക്കണം. ഇതിൻ്റെ ഒരു ത്രെഡ് ഞാൻ ഇവരോട് അപ്പോൾ അത് ഞാൻ ഇവരോട് ഷെയർ ചെയ്തപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ നമ്മുടെ കൈ ഇത് വൃത്തിയായി ചെയ്യുന്ന ഒരാളെ അറിയാവുന്ന ഒരാൾ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ നേരെ ശശാങ്കന്റെ റൂമിലേക്ക് കുറ്റി അടച്ചാൽ നല്ലൊരു കൈയടി. ശശാങ്കൻ ഏറ്റവും ഈസഡിൽ വരച്ചിടുന്ന കണക്ക് ശശാങ്കൻ വരച്ചിട്ട വഴിയിൽ കൂടെ മാത്രമാണ് സഞ്ചരിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, നമ്മളുടെ സ്കിറ്റ് ചരിത്രത്തില് ഒരു മാറ്റം സംഭവിക്കാനുള്ള ഒരു സാധ്യത ഈ സ്കിറ്റിലൂടെ വരും. കാരണം ഇതൊരു സ്കിറ്റല്ല, നമ്മളൊരു ആദ്യം നമ്മൾ മിമിക്രിയിലേക്ക് തുടങ്ങിയിട്ട് മിമിക്സ് പരേഡ് ആക്കി, പിന്നെ നമ്മൾ ഫ്ലോറിൽ മിമിക്സ് പരേഡ് തന്നെ സ്കിറ്റായിട്ട് അവതരിപ്പിച്ചു, അതിനൊരു ലൈഫ് വന്നു. പക്ഷേ ഇതൊരു വേറൊരു ലെവലാണ് കേട്ടോ. ഇതൊരു തമാശ അല്ലായിരുന്നു, അതിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾ 3 പേരും, മണിക്കുട്ടൻ കുറച്ചും കൂടി നിൽക്കുകയാണ്, പക്ഷേ 3 പേരും ഈ ഇൻവോൾവ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു ശരിക്കും ഇതിനകത്ത്. 3 പേരും ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ ചിന്തിക്കണോ കരയണമെന്നായിപ്പോയി. കാരണം നമ്മൾ ഓഡിയൻസിന് നമുക്ക് ചിലപ്പോൾ പല ഇമോഷൻസ് ഉണ്ടാവും, പക്ഷേ ഇതേ ഇമോഷൻസാണ് ഇവർ മണിക്കുട്ടൻ്റെ ആ ഒരു സാധനം വന്നപ്പോൾ അയ്യോടാ അത് ഭയങ്കര, എനിക്ക് തോന്നുന്നത് കാണുന്ന ഓഡിയൻസിന് ഇത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും കേട്ടോ. നമുക്കിത് കുറേ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലുള്ളത് കൊണ്ടാണ് ഇപ്പം ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞേട്ടാ. അത്രക്ക് ഡീറ്റെയിൽ ആയിരുന്നു. ജാസ്മി ഉക്കറായിരുന്നു കേട്ടോ. ജാസ്മി ശരിക്കും ആ പാട്ട് സീനിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് പറയാനുണ്ട്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾ ഗംഭീരം. സാധാരണ നമ്മൾ ചിരിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അടിച്ചു നിർത്തിയില്ലല്ലോ, ചിരിക്കാൻ പറ്റിയില്ലോ. പക്ഷേ ഇത് ആ ഉറക്കത്തിൽ ആ ക്ലൈമാക്സ് മൂഡ് കൊണ്ടുവന്നിട്ട് വേറെ ഒന്നും പറയാനില്ല. കിടിലൻ, അടിപൊളി. 3 പേരും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി, സൂപ്പർ. അടിപൊളി, കലക്കി സംഭവം. സാധനത്തിൻ്റെ ടേക്ക് ഓഫ് അവിടെ നിന്നാണ് പോകുന്നത്. അതായത് ആ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡയലോഗുകളുണ്ടല്ലോ, ആ ജാസ്മിൻ ഇവനെ കുറിച്ചിട്ടുള്ള ധാരണകളാണല്ലോ അങ്ങോട്ട് പറയുന്നത്. നമ്മൾ ആ ധാരണ സ്വന്തമാക്കി എടുക്കുകയാണ്. അവിടെ നിന്നാണ് സാധനം ടേക്ക് ഓഫായി മാറുന്നത്, അവിടെ നിന്നാണ് ഈ സാധനം കയറുന്നത്. അതിന് മുമ്പ് ഉള്ള സാധനങ്ങൾ നമ്മളൊരു കാഷ്വലായിട്ടുള്ള ഒരു ചേട്ടനും അനിയനും അല്ലെങ്കിൽ ചേട്ടനും അച്ഛനും മോനും എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വേണേൽ തള്ളിവിടാം. പക്ഷേ ഇതിൻ്റെ ബാക്കിലേക്ക് എടുക്കുന്ന ട്വിസ്റ്റുകൾ, ഓരോ ഡയലോഗുകളും നിങ്ങളപ്പുറേ ജാസ്മിൻ വന്നതിന് ശേഷം പറയുന്ന ഡയലോഗുകൾ വരെയും ഇവൻ അത് ഏറ്റുപിടിക്കുന്നത്, അതായത് അമൽ ഏറ്റുപിടിക്കുന്നതൊക്കെ ഓൾറെഡി നിന്നിലേക്കാണ് സാധനം എന്നുള്ള രീതിയിൽ നീ പറയുന്നു, അവനിലേക്കാണെന്ന് അവന് തോന്നുന്നു.
ഇവളുടെ കാര്യമാണല്ലോ ചേട്ടച്ചൻ സംസാരിക്കുക എന്ന് മൂന്നുള്ള ടിസ്റ്റുകൾ അതൊരു മനുഷ്യന് പിടുത്തം കിട്ടിയില്ല എന്നുള്ളതാണ് കാര്യം. റിപ്ലൈ മറുപടികൾ കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ ജാസ്മിൻ പറഞ്ഞിട്ട് പോയ ആ 3 കാര്യങ്ങളില്ലേ, മതത്തിൻ്റെ കാര്യങ്ങൾ, പ്രായത്തിൻ്റെ കാര്യങ്ങൾ, ആ സാധനത്തിന് റിപ്പീറ്റേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ എൻ്റെ ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്ത് പോയി. ഇത് ഒരു സിനിമ കാണുന്ന ഒരു തൃപ്തിയായിരുന്നു. ഇടയ്ക്ക് പുള്ളി ചോദിച്ചായിരുന്നു പൊന്നാനിക്കൊന്ന് പോയാലോ. പൊന്നാനിക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞ ആ സാധനം എന്തൊരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. എൻഡിൽ നമുക്ക് സത്യം പറഞ്ഞാൽ മണിക്കുട്ടനോട് ഒരു സങ്കടവും സഹതാപവുമായി. അത് അങ്ങനെ ആകണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെ ആകാതെ വന്നപ്പോൾ ഒരു വിഷമം പോലെ ഫീൽ ചെയ്ത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് നിങ്ങൾ 3 പേരും ഒരേ, അത് മണിക്കുട്ടനാണ് ഹൈലി എൻ്റെ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന കാര്യം. മണിക്കുട്ടൻ്റെ കയ്യിലാണ് അത് നിസ്സഹായാവസ്ഥ, മണിക്കുട്ടൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറയണമെന്ന് പറഞ്ഞില്ലേ, ഇത് ശരിക്കും ചേട്ടന്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. ആണോ മണിക്കുട്ട? സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള അതാ ഞാൻ അവരോട് ഷെയർ ചെയ്തത്. ഇങ്ങനൊരു ത്രെഡ് ഉണ്ട്. അപ്പൊ ഇവരോട് അയ്യോ ആദ്യം പറഞ്ഞ ഇതൊക്കെ സ്കിറ്റാക്കിയ വലിയ പാടാണ്, എഴുതി പോവും. അപ്പോഴെന്നാ നമുക്ക് ശശാങ്കനെ കണ്ടാലോ. ശശാങ്കൻ കേട്ടതും പിന്നെ പേനയും പേപ്പറും എടുത്ത് വെച്ചു. ശശാങ്കന്റെ അനുഭവം നിങ്ങളുടെ അനുഭവം പറഞ്ഞു. എല്ലാ അനുഭവം കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ല അനുഭവമായിരുന്നു. 3 പേരും ഗംഭീരമായിരുന്നു, 3 പേരും അടിപൊളി. നമ്മൾ സ്പോർട്സിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് നസീറിക്ക. ഞാനൊരു 20,000 രൂപ കൊടുക്കണം. 20,000 രൂപ. അടിപൊളി. ചേട്ടാ ഞാനൊരു 3,000 രൂപ കൂട്ടി, ശശാങ്കനും കൂട്ടിയിട്ടുണ്ട് കുറച്ച്. 23,000 രൂപ. സൂപ്പർ. അങ്ങനെ 43,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ. ഇനി പ്രചോദേട്ടാ, ഇനി ഇവർ ഒന്നുകൂടെ റീതിങ്ക് ചെയ്ത് പൊന്നാനിക്ക് പോണെങ്കിൽ ആ ചെലവ് നമുക്ക് നമ്മുടെ ചേട്ടച്ചനൊന്ന് ചോദിച്ചെന്നെ തോന്നുന്നു. ചേട്ടച്ച പെണ്ണ് കിട്ടിയില്ല, പക്ഷെ സിൽവർ പഞ്ച് കിട്ടി. എന്ത് തോന്നുന്നു? സന്തോഷം. അത്രേ ഉള്ളൂ സന്തോഷം. ആ ഡാൻസ് കളിക്കുമ്പോഴേ ഫസ്റ്റ് ഡാൻസ് നോക്കുമ്പോ എന്നോട് പറഞ്ഞു, കൊച്ചി എനിക്ക് ഡാൻസ് ഒന്നും അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഫ്ലോറിൽ തകർക്കുവാ. അമ്മാതിരി ചോദ്യമല്ലേ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഈ സിനിമ ഇൻഡസ്ട്രിയില്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് എഴുതിയ ആളെയും നിങ്ങളെ 3 പേരെയും ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്തായാലും ഒന്ന് ഓട്ടമിടും. അവർ കാണട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക്. കാരണം ഇത് എഴുതിയ ആളും രക്ഷപ്പെടണം, നിങ്ങൾ അഭിനയിച്ച 3 പേരും രക്ഷപ്പെടണം. കാണട്ടെ എന്തായാലും, കണ്ട അവസരങ്ങൾ വരട്ടെ എന്തായാലും. ജാസ്മിൻ ചേച്ചി പറയൂ, സിൽവർ പഞ്ചടിച്ച് നിൽക്കുകയാണ്. സന്തോഷം. സന്തോഷം. അമലോ? ഞാൻ ഇതില് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കണ്ടന്റ് ഒക്കെ ആയിട്ട് രാത്രി ശശാങ്കണ്ടൻ്റെ റൂമിൽ 7 മണിക്ക് ചെല്ലുമ്പോൾ ശശാങ്കണ്ടൻ ഒരുപാട് തിരക്കിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ അത് പോടാ, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞങ്ങളൊരു 7 മണി തൊട്ട് 7:30 വരെ ഞങ്ങൾ 3 പേരും ഈ വെള്ളപ്പേപ്പറും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്യും? ഫസ്റ്റ് സീന് നമ്മള് ഫസ്റ്റ് പോർഷൻ എഴുതി, കണ്ടന്റ് കൊടുത്ത്. അല്ല ഫസ്റ്റ് പോർഷൻ എഴുതി. ശശാങ്കണ്ടൻ വഴക്ക് പറഞ്ഞു വിട്ടു. നമുക്ക് ആ ഫ്ലോ ഇങ്ങനെയാണ്, അത് എങ്ങനെ എഴുതി തരണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വറക്കി വിട്ടു. 7:30 ശശാങ്കണ്ണൻ വിളിച്ചിട്ട് ഏത് റൂമിലാണ് ഇരിക്കണമെന്ന് പറയും. ഇങ്ങോട്ട് വന്നു നോക്കുമ്പോഴേക്കും ഇത് ഫുൾ സ്ക്രിപ്റ്റ് ആക്കി 1/2 മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കി. അപ്പൊ അതൊരു അത്ഭുതം, ഇത് എങ്ങനെ ഇത് പറ്റണേ. ഇവിടെ നടന്ന ആ ഒരു കൺഫ്യൂഷനിൽ, ഇവര് തമ്മിലുണ്ടായ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ആ സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രെങ്ത്. അടിപൊളി. ചേട്ടാ, ഈ ചേട്ടച്ചന് പെണ്ണ് കിട്ടിയിട്ടില്ല, അപ്പൊ 2ാം ഭാഗത്തിൽ ചേട്ടച്ചന് ഒരു പെണ്ണ് കിട്ടേണ്ട ഒരു കഥയുമായി വീണ്ടും വരണല്ലേ? അപ്പം എന്ന പ്രതീക്ഷയോട് കൂടി നിങ്ങളെ യാത്രയാക്കുന്നു. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചിരിയുടെ ഒരു മിനി സൈസ് പാക്കറ്റ് എടുത്താലോ നമുക്കിനി? വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിനെ, ദേവലക്ഷ്മി, അനന്യ ആൻഡ് ശ്രേയ. വേറെ എത്ര തവണ ഞാൻ കടന്ന് വിളിക്കണം? എന്നെ വിളിച്ചതായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ പെണ്ണിവിടെ കിടന്ന് എന്തോ കോപ്പറായ കാണിച്ചിട്ട് അമ്മയെന്ന്
വിളിച്ചേണം. കോപ്രായോ? പിന്നല്ലാതെ രാത്രി കണ്ട ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയി ക്യൂ നിന്ന് ഫുഡ് കഴിക്കും. എന്നിട്ട് വെളുപ്പിനെ അതേ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെ തേരാ പാരാ നടന്നു പോകണം. ഇതിനെ ഞാൻ പിന്നെ കോപ്രായെന്നല്ല വേറെ എന്തോന്ന് ഞാൻ വിളിക്കണം ഞാൻ. എന്റെ പൊന്നമ്മ, ഇത് കോപ്രായമല്ല, എക്സ്കസ് കേസ്. അല്ല, വ്യായാമം. അമ്മയ്ക്ക് പ്രായവും വണ്ണവും കൂടുന്നു, വ്യായാമം ചെയ്യണം. പിന്നെ പുറത്തതും വരച്ചതൊന്നും കഴിച്ചേക്കും. അല്ല, വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കും. എടി അമ്മ, ഇപ്പൊ വണ്ണം വെച്ചതാണല്ലേ നിന്റെ കുഴപ്പം. ഈ അടുക്കളയിൽ കാണുന്നതെല്ലാം വെച്ചുണ്ടാക്കി വരുമ്പോ 2 പൊരിച്ച മീനോ കുറച്ച് ചോറോ കൂടുതൽ തിന്നിരിക്കും. എന്റെ സന്ധ്യ ചേച്ചി നമ്മൾ തിന്നൂലേ നമ്മള് കൂടുതൽ തിന്നിരിക്കും. എടി, ഒരു ജീവിതകാലം മൊത്തവും മക്കൾക്ക് വേണ്ടി ജീവിച്ചവര് ഇത്തിരി ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ച ബോഡി ഷേമിങ് ചെയ്യുന്നോടി. അമ്മേ, അമ്മ എന്റെ അമ്മയാ, അല്ലാണ്ട് ദിവ്യം പൊളിയുടെ അമ്മയൊന്നും അല്ല. അമ്മ, ഞാൻ ഈ പറയുന്ന അമ്മയൊന്നും അതിന് വേണ്ട. ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ടങ്ങ് ചെയ്തേ. സ്റ്റെപ്പ് നമ്പർ 1 ഇങ്ങനെ. ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യും. കുനിയാൻ പറ്റും, പക്ഷെ നിവരാൻ പറ്റുമെന്ന് എനിക്ക് നീ ചെയ്യണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ ചെയ്യണ നീ അങ്ങോട്ട് ചെയ്യണം. അല്ല, നീ എന്നെ ഇട്. അല്ല, അതെ, ഇതുപോലെ നീ എന്നെ ഇട്. അത് ആരെ വിളിക്കുന്നു? എടി മോളെ, ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. ആരോഗ്യം വേണം. നമ്മൾ എന്തരയണം? നന്നായിട്ട് ആഹാരം കഴിക്കും. എന്തായാലും നമ്മൾ ചാവും. അത് വെറുതെ പട്ടിണിടുന്ന് ചാവണോ? എന്റെ കുഞ്ഞു മക്കളെ, ഈ ലോകത്ത് 2 തരം പ്രാർത്ഥനകളുണ്ട്. വണ്ണം കുറഞ്ഞവര് വണ്ണം വയ്ക്കണമെന്നും വണ്ണം ഉള്ളവര് വണ്ണം കുറയണമെന്നും. അമ്മ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മ ഇനി മുതൽ ഡയറ്റിങ്ങിലാണ്. അമ്മ എന്തൊക്കെ കഴിക്കണം തീരുമാനിക്കും. ഒരു ഇൻസ്റ്റാഗ്രാം എവിടെ പോണേ? എനിക്ക് ഈ ഡയലോഗ് കിട്ടുന്നില്ല. ഇൻസ്ട്രക്ടർ വാ. താങ്ക് യു. അയാള് വരും. പറഞ്ഞിരുന്നില്ല, അതിന് മുന്നേ ദേ വരുന്നു. നമസ്കാരം, ഞാൻ ഡേറ്റ് കുട്ടൻ. ഇത് കേരളത്തിൽ ഒരുപാട് പേർക്ക് ഡേറ്റിംഗ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രമുഖനാണ്. ഉദാഹരണത്തിന് സഞ്ജു സാംസൺ. അദ്ദേഹം ഇടയ്ക്കെന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, സഞ്ജു, നീ ഡയറ്റിംഗ് ചെയ്യണം. ഡയറ്റിംഗ് ചെയ്താൽ നിനക്ക് പല കളികളും ജയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് കേട്ട് ഡയറ്റ് എടുത്ത സഞ്ജു ഇപ്പൊ ഇന്ത്യ ജയിപ്പിച്ച് ലോകകപ്പ് നേടി. സഞ്ജു സാംസൺ ലോകകപ്പ് നേടിയത് അവിടെ കിടക്കട്ടു. ഇത്രയും വലിയ ലോകം അടിച്ച നീ ആരെന്നാദ്യം പറഞ്ഞു. ഞാൻ ഡേറ്റ് കുട്ടൻ. ഡേറ്റിംഗ് ഇഷ്ടപ്പെട്ടർ അല്ല, ഡേറ്റിംഗ് പറഞ്ഞു കൊടുക്കാൻ വന്ന ആളാ. അല്ല, ആർക്കാണ് ഡേറ്റിംഗ് ചെയ്യേണ്ടത്? അമ്മയ്ക്ക്. കത്തി തീരാറായ വിളക്കിൽ എന്നാത്തിനാ മണ്ണെണ്ണ ഒഴിക്കുന്നേ? വല്യമ്മ, അമ്മേരി തടിയൊക്കെ കുറച്ച് ഞാൻ അമ്മേര് സ്ലിം ബ്യൂട്ടി ആക്കും. പിന്നെ അമ്മ നാരോടുള്ള ഭക്ഷണം കഴിക്കണം. നീ ഇത് പറഞ്ഞു കേട്ടിട്ടാണ് ഈ പെണ്ണെനിക്ക് ചകിരി പുഴുങ്ങി തരാൻ. അതല്ല, ഫൈബറുള്ള ഭക്ഷണം കഴിക്കണമെന്ന്. അമ്മ മധുരം കട്ടിയണം കേട്ടോ. അയ്യോ, അത് മാത്രം പറയരുതേ. പണ്ട് ഞാൻ മധുരം കട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് 5 കിലോയുടെ കേക്ക് വാങ്ങി 3 നേരം കട്ട് ചെയ്യുന്ന ആളായി ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു വർഷത്തിൽ 2 തവണ പിറന്നാൾ ആഘോഷിക്കും. എന്തിനാ 2 തവണ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? കേക്ക് കഴിക്കാനല്ല. എന്തിനാ ഇത്രയും ഭക്ഷണം കഴിക്കുന്നേ? അയ്യോ, എന്റെ പൊന്നു മോനെ, ഈ പെണ്ണ് പറയുന്ന പോലെയൊന്നും ഞാൻ കഴിക്കുന്നില്ല. എന്നും രാത്രി അടുക്കളയൊക്കെ തൂത്തു തുറച്ച് വരുമ്പോഴത്തേക്കും 1 2 തവി ചോറ് ബാക്കി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ ചോറ് ബാക്കി വരുത്തണ്ടെന്നും പറഞ്ഞോണ്ട് ഒരു മൺകലം അങ്ങോട്ട് എടുക്കും. എന്നിട്ട് അതിലോട്ട് ഈ ബാക്കി വന്ന ചോറ് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും. എന്നിട്ട് 2 ചുമന്നുള്ളി 2 കാന്താരിമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിലോട്ടിട്ട് കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു മാറ്റി വെക്കും. എന്നിട്ട് വെളുപ്പിനെ അത് കഴിക്കാൻ വേണ്ടി ആ മൺകലം അങ്ങോട്ട് എടുത്ത് തുറക്കുമ്പം പഴങ്കഞ്ഞിയുടെ ഒരു മണമുണ്ട്. നേരെ പഴങ്കഞ്ഞി ഒരു പാത്രത്തിലോട്ടൊഴിച്ച് നല്ല കട്ട തൈര് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പഴങ്കഞ്ഞി കട്ട തെരുവും നമ്മൾ ഞവിടി കൊടുക്കണം. എന്നിട്ട് കയ്യിലൊരു ഉണക്കമീനും പിടിച്ചത് അത് ഞാൻ അങ്ങോട്ട് കഴിക്കും. പിന്നെ രാവിലത്തെ പുട്ടും പയറും അത് ബാക്കി ഇരിക്കും. അത് ഞാൻ 11 മണിയാകുമ്പോൾ എടുത്ത് കഴിക്കും. അല്ല, അപ്പൊ പഴങ്കഞ്ഞി കുടിച്ചതോ? അത് ഇന്നലത്തെ പുട്ടുന്നത്തെ ഫ്രഷ് സാധനം. അത് ഞാൻ അങ്ങോട്ട് കഴിക്കും. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അത്യാവശ്യത്തിന് ഫുഡ് ഉണ്ടാക്കിയാ പോരെ? അപ്പൊ എനിക്ക് തിന്നണ്ടേ? അത് ശരി. അമ്മയ്ക്ക് വിശക്കുന്ന സമയത്ത് ഒരു 5-6 മുട്ട പുഴുങ്ങണം. എന്നിട്ട് അതിന്റെ മഞ്ഞ മാറ്റി വെച്ചിട്ട് വെള്ളം തിന്നണം. അത് നടക്കൂല. അതെന്ത്? പണ്ട് തന്നെ എബ്രഹാം ലിങ്കൺ വർണ്ണ വിവേചനം ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് തിന്നുന്നെങ്കിൽ 2 കൂടെ ഒന്നിച്ചങ്ങോട്ട് തിന്നാ മതി. അടിപൊളി. എങ്കിലും കൊതിയാന്ന് പറയരുതേ. എന്നാ ബീഫ് ഒഴിവാക്കണം. ബീഫ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ അല്ലേ? അതെ, ബീഫ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആവത്തില്ല. ബീഫ് കഴിച്ചാൽ കൊളസ്ട്രോൾ ആവും. അപ്പൊ മോനെ, മഴക്കാർ മാറാൻ നമ്മൾ എന്നെ ചെയ്യണം? അല്ല, കൊളസ്ട്രോൾ മാറാൻ നമ്മൾ എന്നെ ചെയ്യണം? ഡയറ്റ് ചെയ്യണം, പിന്നെ സിറ്റപ്പ് എടുക്കണം. ഞാൻ സിറ്റപ്പ് കാണിച്ചു തരാം. സ്റ്റാൻഡ് അപ്പ്
പറയാനാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ കൊണ്ട് വിളിച്ചെടുത്തേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ? ഞാൻ അങ്ങോട്ടേക്ക് ഇവരുടെ മുന്നിൽ അങ്ങ് പറയത്തില്ലേ? എന്റെ പൊന്നൊച്ച സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാനല്ല, സ്റ്റാൻഡ് അപ്പ് അറ്റൻഷൻ സ്റ്റാൻഡ് അല്ല സ്റ്റാൻഡിറ്റീസ് അറ്റൻഷൻ സ്റ്റാൻഡിറ്റീസ് അറ്റൻഷൻ. നീ PT മാഷാത്ത ഡയട്രീഷനാ? അത് പിന്നെ എന്റെ പൊന്നമ്മ ഇയാളായി തോക്കോലാത്തിയൊന്നുമില്ല, പിന്നെ ദൈവക്കുണ്ട്. എന്റെ പൊന്നമ്മ ഇതൊരു എക്സർസൈസ് ആണ്, ഇത് ചെയ്യണം. എടേ എന്നെ കൊണ്ട് ഇത് നടക്കണ കേസല്ലേ, നീ വീട്ടിൽ പോകാൻ നോക്കും. അങ്ങനെയൊന്നും പറഞ്ഞൂടാ, ഇനി 2 റൗണ്ട് ഓടണം. അപ്പോ ചെല്ല് ചെല്ല് ചെല്ല്. ഡയറ്റിംഗ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഡയറ്റ് ചെയ്തിട്ട് എന്തോ കാര്യം സാധിക്കാനേ? മണ്ണിരയുടെ ഫിഗർ ചെയ്യാൻ. അതല്ല, കുട്ടിക്ക് ഞാൻ യോഗ പഠിപ്പിച്ചു തരാം. അയ്യേ, ഇത്ര മാട്ടാന്ന് അറിയത്തില്ലല്ലേ? ഭാര്യക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ കുറച്ച് ഇഷ്ടിക വെക്കണം, എന്നിട്ട് വിറക് വെക്കണം, എന്നിട്ട് തീരണം, അതിങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കും. ഇതാണ്, ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ? അത് യാഗം, ഇത് യോഗ. എന്റെ ദൈവമേ, ഇതൊക്കെ കേൾക്കാനാണല്ലോ എന്റെ യോഗം. കുട്ടിക്ക് ഇതറിയോ? കാട്ടിലെ രാജാവ് സിംഹ ഇറച്ചിയല്ലേ തിന്നുന്നത്, പിന്നെ എന്തുകൊണ്ട് സിംഹത്തിന് കൊളസ്ട്രോൾ വരാത്തെ? സിംഹ യോഗ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്തെന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത്? കൊച്ചു കേട്ടിട്ടില്ലേ? സിംഹാസനം. യോഗയിൽ മൊത്തം വാസരങ്ങളല്ലേ? മോനെ, ഇനി അമ്മയെ കൊണ്ട് ഓടാൻ വയ്യടാ. ഇനി എന്നെ കൊണ്ട് ഓടാൻ പറ്റൂല, എന്നെ കൊണ്ട് ഓടാൻ പറ്റൂല, എന്നെ കൊണ്ട്. എന്റെ പൊന്നമ്മ, ഇയാള് പറയുന്നതായിട്ട് മര്യാദക്ക് ചെയ്തോണം. പെണ്ണ നിന്നെ ഞാൻ കൊടുക്കാതെ ഇത്തിരിയല്ലേ ഉള്ളൂ. ഇവിടെ വല്ല കോഴിക്കുട്ടിലും കൊണ്ടിട്ട് ഒറ്റ കൊത്തിന് കോഴി തീർത്തോളൂ. അതെ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ നിങ്ങൾക്ക് എന്നെ തന്നു വിടത്തില്ല. എങ്ങനെ? കോഴിക്ക് തന്നു വിടത്തില്ല. അമ്മയ്ക്ക് ക്ഷീണം തോന്നുന്നുണ്ടാ? ഉണ്ട് മോനെ, ഉണ്ട്. അങ്ങനെ ഓടി ഓടി ക്ഷീണിക്കണം, മനസ്സിലായോ? ഇനി പറ, തടിയുള്ളവർ എന്ത് ചെയ്യണം? തടിയുള്ളവർ എന്റെ റബ്ബർ വെച്ചിട്ട് കട്ടിലോ അലമാരിയോ പണിതിടും. പിന്നെ മറ്റ് പല സാധനങ്ങളും. എന്താ നല്ലതാ, നല്ല സാധനം. താങ്ക് യു. അതെ, എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കണം. എനിക്കൊന്ന് ലഞ്ചിന് സമയമായി കേട്ടോ. അയ്യോ, വിശക്കുമ്പോ ബെഞ്ചാണോ തിന്നുന്നത്? കിറ്റ് തീരാറായി, എന്നിട്ട് ഈ കൗണ്ടർ പറയാൻ കാണിച്ച മനസ്സേ സമ്മതിക്കണം. അതല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായെന്നെ. കഴിച്ചോ. അതെ, ഞാനൊന്ന് ബാഗിൽ നിന്ന് ഭക്ഷണം എടുക്കട്ടെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശന്നോണ്ടിരിക്കും. അയ്യോ, ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാ? ആര് പറഞ്ഞു? എനിക്ക് തന്നെ കൊണ്ടുവന്നതാ. അല്ല, ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക്? അല്ല, ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയാനല്ലേ പറ്റത്തുള്ളൂ, പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മേ, ബാക്കിയുള്ള പഴങ്കഞ്ഞി ഒന്ന് തരുമോ? അത് കാണുമായിരിക്കും അല്ലേ? എന്തിന്? ഇത് നിന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനാ. കൊതിയായിട്ട് വയ്യ. അയ്യേ, ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്, വളരെ സത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ പറയും. ഈ ഡയറ്റ് എന്ന് പറയുന്ന സാധനം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. അനുഭവസ്ഥ ഞാൻ. നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് നസീറിക്ക. നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്കിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഒന്നും എനർജി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ ഈ സാധനം നല്ല ഗംഭീരമായിട്ട് പോയെന്നെ. നമ്മൾ എടുത്തിരിക്കുന്ന മാറ്റർ എന്താണ്? ഡയറ്റിങ്ങും എക്സസൈസിനും ഒക്കെ കുറിച്ചിട്ടുള്ള മാറ്ററാണ്. അപ്പം ആ ഒരു പവറിൽ അത് ചെയ്തിരുന്നത് കുറച്ചുകൂടി നന്നായിരുന്നേനെ. എന്നാൽ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ശ്രേയക്കുട്ടി ഭയങ്കരമായിട്ട് ഇതിലൊന്ന് ഡൗൺ ആയിപ്പോയി, ഒന്ന് ഒതുങ്ങിപ്പോയി. കൗണ്ടറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനർജി കുറവായിരുന്നു. മൊത്തത്തിൽ 3 പേർക്കും ഒരു എനർജി കുറവുണ്ടായിരുന്നു. ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയുള്ളൂ. നല്ല സാധനം, നല്ല ഫ്രഷ്നെസ് ഉള്ള ഒരു സ്ക്രിപ്റ്റും ആയിരുന്നു ഇത് കേട്ടോ. എന്തായാലും ഗംഭീരമായിരുന്നു, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ചേട്ടാ, മക്കളെ നന്നായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റായിരുന്നു, അത്യാവശ്യം തമാശകളുണ്ടായിരുന്നു. ഇപ്പോൾ നസീർക്ക് പറഞ്ഞിട്ട് ശ്രേയക്കുട്ടി കുറച്ച് താന്നാണ് കളിച്ചെന്നല്ല, അത്രയും ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്ര ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി നമ്മൾ പ്രതീക്ഷിച്ച്, കാരണം നമുക്ക് ആ സൗണ്ടിലൊക്കെ കേൾക്കാനും ആ കൗണ്ടറുകൾ പടപടയെന്നൊക്കെ നേരത്തെ പറയുന്ന പോലെയൊക്കെ ശ്രേയക്കുട്ടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച് അത്രയും കിട്ടിയില്ല. കാരണം ഈ സ്കിറ്റിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടുപേരും, ദേവിയും നന്നായിരുന്നു, അനന്യം നന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ നസീർക്ക് പറഞ്ഞിട്ട് ചെറിയൊരു ഡൗണിങ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി തമാശയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി കിടിലാക്കിയേനെ കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നാക്കി വന്നു കേട്ടോ. ഓക്കെ കേട്ടോ. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ. 3 പേരും നല്ല ക്യൂട്ടായിട്ട് കളിച്ചു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ദേവികുട്ടാ, മോനെ കഞ്ഞി കുടിക്കുന്ന ഒരു സാധനം പറഞ്ഞു. ഒന്നപ്പോ എടാ, അതൊന്നുകൂടെ പറഞ്ഞടാ, എനിക്ക് ഇതുപോലെ അല്ലേ ഒരു മൺകലം അങ്ങോട്ട് എടുക്കണം, അതിലോട്ട് തലേന്നത്തെ ചോറും കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് 2 ചുമന്നുള്ളി 2 കാന്താരി മുളക് കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിലോട്ടിടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് മാറ്റി വെക്കണം. എന്നിട്ട് രാവിലെ ആ മൺകലം തുറക്കുമ്പോ ഒരു മണം വരും. നേരെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നല്ല കട്ട
തൈര് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ കട്ട തൈരും ആ പഴങ്കഞ്ഞിയും കൂടെ ഞവടിയതിന് ശേഷം ഒരു കഴിച്ച് ഉണക്കമീനും കടിച്ച് തിന്നാം. അടിപൊളി. ഞാൻ നോക്കുമ്പോ ഇത് കേട്ടിട്ട് ഈ അനന്യ അവിടെ നിന്നെങ്കിലും അവിടെ ശരിക്കും വായിൽ വെള്ളം വന്നിട്ട് വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു ശ്രേയക്കുട്ടിക്കാണെങ്കിൽ ഡയലോഗ് അടുത്ത് കിട്ടിയില്ല, സ്ലിപ്പായി പോയിട്ടല്ലേ. നല്ല രസമുണ്ടായി. പിന്നെ നസീർക്ക പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു എനർജി ഒന്ന് കുറഞ്ഞു പോയി. സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഒരു എനർജി വേണം. നിങ്ങൾ സാധാരണ അതല്ലല്ലോ. നല്ല പവർ നിൽക്കേണ്ട ആൾക്കാർ കേട്ടോ. ആ ഒരു എനർജിയുടെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കളിച്ചു കേട്ടോ. 3 പേർക്കും താങ്ക് യു ചേട്ടാ. അപ്പൊ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ സ്കോർസ് എത്രയാണെന്ന് അറിയാം. നസീർക്ക ഒരു 8,000 രൂപ അങ്ങ് തരിക. 8,000 രൂപ. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഒരു 1,000 രൂപ കൂടി 9,000 രൂപ. ഞാൻ ഓക്കെ, 9,000. അപ്പൊ 17,000 രൂപയായിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഹൈഡ് ചെയ്തിരിക്കുന്നത് ബിജുക്കുട്ടൻ ചേട്ടാണ്. ചേട്ടാ തന്നാലും ഞാൻ ഉടനെ വിട്ടാക്കാം. അതാ പിടിച്ചോ. 40,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് കുട്ട. അപ്പൊ അടുത്ത തവണ എനർജി ബ്ലാസ്റ്റ് ചെയ്ത് വരിക കേട്ടോ. നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് എനർജി ബോംബ്സ് ആണ് അല്ലേ? താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിരികളും സ്കിറ്റുകളും സ്പെഷ്യൽ പെർഫോമൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഏത് ഐറ്റം വരെ ഗുഡ് നൈറ്റ്.